നമസ്കാരം. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിൽ ഇന്ധന സ്വിച്ചിൽ ഉണ്ടാവാനിടയുള്ള തകരാർ സംബന്ധിച്ച് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതായി റിപ്പോർട്ട്. വിമാനാപകടം സംബന്ധിച്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത്. ഫ്യുവൽ സ്വിച്ചിന്റെ കാര്യത്തിൽ US വ്യോമയാന അതോറിറ്റിയായ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരു മുന്നറിയിപ്പ് നിലവിലുണ്ടായിരുന്നു. 2018 തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇലക്ട്രോണിക്കിലെ തകരാർ മൂലം ഫ്യുവൽ സ്വിച്ചിന് മാറ്റമുണ്ടാകാമെന്ന് അന്നത്തെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. എന്നാൽ എയർ ഇന്ത്യ ബോയിങ് കമ്പനിയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. വിമാനത്തിന്റെ ഒന്നാം എഞ്ചിൻ ഭാഗികമായി പ്രവർത്തനക്ഷമമായെങ്കിലും ഇടിക്കുന്നതിന് മുമ്പ് രണ്ടാം എഞ്ചിൻ പ്രവർത്തനക്ഷമമായില്ല എന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ത്രസ്റ്റ് ലിവറുകൾ പ്രവർത്തനരഹിതമായിരുന്നുവെങ്കിലും ടേക്ക് ഓഫ് ത്രസ്റ്റ് പ്രവർത്തിച്ചിരുന്നതായിട്ടാണ് ബ്ലാക്ക് ബോക്സിൽ നിന്നും കണ്ടെത്തിയത്. ഇത് ത്രസ്റ്റ് ലിവറുകൾ വിച്ഛേദിക്കപ്പെടുകയോ തകരാർ സംഭവിക്കുകയോ ചെയ്തതിനാലാകാമെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തിറക്കിയ പ്രാഥമിക റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ജൂൺ 12 അഹമ്മദാബാദിലാണ് എയർ ഇന്ത്യ ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനം അപകടത്തിൽപ്പെട്ടത്. വിമാനം പറന്നുയർന്ന ഉടനെ അപകടം സംഭവിക്കുകയായിരുന്നു. 600 അടി ഉയരത്തിൽ വെച്ചാണ് വിമാനം നിലം പതിച്ചത്. കെട്ടിടങ്ങളിൽ ഇടിച്ച് തീപിടിച്ചതിനെ തുടർന്ന് വിമാനം പൂർണ്ണമായി കത്തി നശിക്കുകയായിരുന്നു. റൺവേ 23യുടെ അറ്റത്ത് നിന്ന് അധികം ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലാണ് വിമാനം ഇടിച്ചത്. 1000x400 അടി വിസ്തീർണത്തിൽ അവശിഷ്ടങ്ങൾ ചിതറിക്കിടന്നു. വിമാനത്തിൽ 2 എൻഹാൻസ്ഡ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡറുകൾ ഉണ്ടായിരുന്നു. ഒരു EAFR-ൽ നിന്ന് ഏകദേശം 49 മണിക്കൂർ ഫ്ലൈറ്റ് ഡാറ്റയും 2 മണിക്കൂർ ഓഡിയോയും ലഭിച്ചു. എന്നാൽ പിൻഭാഗത്തെ EAFR-ന് കാര്യമായ തകരാറ് സംഭവിച്ചതിനാൽ വിവരങ്ങൾ വീണ്ടെടുക്കാനായില്ല. വിമാനം 8:37 സെക്കൻഡിൽ ടേക്ക് ഓഫ് റോൾ ആരംഭിച്ചു. 8:35 VR സ്പീഡും കൈവരിച്ചു. 8:39 സെക്കൻഡിൽ വിമാനം ഉയർന്നു. 8:42 സെക്കൻഡിൽ വേഗത 180 നോട്ട്സിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ എഞ്ചിൻ 1, എഞ്ചിൻ 2 എന്നിവയുടെ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറി. ഒരു പൈലറ്റ് എഞ്ചിൻ കട്ട് ഓഫ് ചെയ്തതിനെക്കുറിച്ച് ചോദിക്കുന്നതും മറ്റേ പൈലറ്റ് താനല്ല ചെയ്തതെന്നും മറുപടി പറയുന്നതും കോക്പിറ്റ് വോയിസിൽ റെക്കോർഡിംഗിൽ വ്യക്തമായുണ്ട്. റാം എയർ ടർബൈൻ വിന്യസിക്കപ്പെടുന്നത് CCTV ദൃശ്യങ്ങളിലും കാണാം. വിമാനത്തിൽ നിന്ന് മെയ്ഡേ കോൾ ലഭിച്ചത് 8:95 സെക്കൻഡിൽ. എഞ്ചിൻ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചുകൾ 8:52 സെക്കൻഡിലും 8:56 സെക്കൻഡിൽ റൺ പൊസിഷനിലേക്ക് മാറ്റി എഞ്ചിനുകൾക്ക് പൂർണ്ണമായി ത്രസ്റ്റ് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഉടൻ വിമാനം തകരുകയായിരുന്നു. വിമാനത്തിന്റെ മെയിൻ്റനൻസ് ചരിത്രത്തിൽ 2019-ലും 2023-ലും ത്രോട്ടിൽ കൺട്രോൾ മൊഡ്യൂൾ മാറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. എന്നാൽ ഇത് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുമായി ബന്ധപ്പെട്ടായിരുന്നില്ല. വിമാനത്തിൽ ഉപയോഗിച്ച ഇന്ധനത്തിന്റെ സാമ്പിളുകൾ പരിശോധിക്കുകയും തൃപ്തികരമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ല. ഇരു പൈലറ്റുമാർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ആവശ്യത്തിന് വിശ്രമവും ലഭിച്ചു. നിലവിൽ ഈ വിമാനത്തിന്റെ എഞ്ചിൻ ഓപ്പറേറ്റർമാർക്കും നിർമ്മാതാക്കൾക്കും പ്രത്യേക ശുപാർശകളൊന്നും റിപ്പോർട്ടിൽ പറയുന്നില്ല. കൂടുതൽ വിവരങ്ങളും തെളിവുകളും പരിശോധിച്ചുള്ള സമഗ്ര അന്വേഷണം തുടരുകയാണ്. അപകടത്തിന്റെ കാരണങ്ങളിലേക്ക് കൂടുതൽ എത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും അന്വേഷണ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട്. വിമാനത്തിലെ എഞ്ചിനുകൾ നിലച്ചതിന് കാരണം എഞ്ചിനിലേക്ക് ഇന്ധനം എത്തുന്നത് നിയന്ത്രിക്കുന്ന എഞ്ചിൻ ഫ്യൂവൽ സ്വിച്ച് കട്ട് ഓഫ് ആയതിനാലാണ് എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് തെളിയിക്കുന്ന പൈലറ്റ്മാരുടെ സംഭാഷണങ്ങളുടെ ശബ്ദരേഖ അന്വേഷണ സംഘത്തിന് കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇതാണ് അന്വേഷണ റിപ്പോർട്ടിലെ നിർണായക ഭാഗം. എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്യുന്നതെന്ന് പൈലറ്റ്മാരിൽ ഒരാൾ ചോദിക്കുന്നതിന്റെയും താനല്ല ഓഫ് ചെയ്തതെന്ന് മറ്റൊരാൾ പറയുന്നതിൻ്റെയും ശബ്ദരേഖയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. എന്നാൽ സ്വിച്ചുകൾ ഓഫായതിനു പിന്നിലെ കാരണം എന്താണെന്നും റിപ്പോർട്ടിലില്ല.